അലങ്കാരത്തിനെ വരാല് പോലെ വഴുതി മാറുന്നേ. മാറ്, ഞാൻ പോട്ടെ. അതെന്ത് പോക്കാണ്. പോയിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിക്ക്, നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാം. എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ വെറുത്തതുപോലെ പറയല്ലേ. ഞാൻ അന്യനൊന്നും അല്ലല്ലോ. നിന്റെ മുറച്ചെറുക്കനല്ലേ നിന്നെ കെട്ടാൻ പോകുന്നവൻ. അതെ, ഗിരിയോട് പറയണം നിനക്ക് വേണ്ടി ചെക്കൻ അന്വേഷിക്കുന്ന പരിപാടി നിർത്തിക്കോളാൻ. എന്തിനാ വെറുതെ ഓരോരുത്തന്മാരെ വിളിച്ച് ഇതിനകത്തോട്ട് കയറ്റി സൽക്കരിക്കുന്നത്? ഏതവൻ വന്നാലും അതുറയ്ക്കാൻ പോകുന്നില്ല. ഇനി അഥവാ നിന്നെ ഏതെങ്കിലും ഒരുത്തൻ കെട്ടാൻ തയ്യാറായാലും അവനെ കൊണ്ട് ഞാൻ നിന്റെ കഴുത്തി താല് കെട്ടിക്കില്ല. കെട്ടാൻ അവന് കൈയുണ്ടായിട്ട് വേണ്ടേ? പിന്നെ എന്തിനാണ് ഈ പാഴ്വേല? പാറുന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ കാര്യം ഞാൻ അച്ഛനോട് പറയാം. നിന്നെ കെട്ടുന്നതിനേക്കാൾ ഭേദം വല്ല ആറ്റിലും ചാടി ചാവുന്നതും. അല്ല, ആ വാദ്യാരുടെ ശല്യം ഇപ്പോഴും ഉണ്ടോ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിട്ട് വേണ്ട ശല്യപ്പെടുത്താൻ. അമ്മാതിരി ചങ്കും പതിരും കലങ്ങുന്ന ചവിട്ടല്ല ഞാനായിട്ട് കൊടുത്തത്. മിക്കവാറും 41 തേക്കും മുമ്പ് അവന്റെ ചത്ത് കെട്ട ദേഹം നിങ്ങളുടെ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കേണ്ടി വരും. ഇവിടെ എന്തൊരു ചൂടാ. ഫാനുമില്ല, AC ഇല്ല, ഒന്നുമില്ല. തൊണ്ടയാണെങ്കിൽ വരളുന്നു.